ബാംഗ്ലൂരിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോലും മദ്യം കിട്ടും. അതുകൊണ്ട് അവിടെ കുടിയും കുറവാണ്. ഒന്നും വേണ്ട, വെസ്റ്റേൺ കൺട്രീസിൽ ഇഷ്ടം പോലെ കള്ള് എപ്പോൾ വേണേലും അവൈലബിൾ ആണ്, എല്ലാവർക്കും അവൈലബിൾ ആണ്. അവിടെ ആരും കള്ള് കുടിച്ച് ഓടയിലും കിടക്കുന്നില്ല. ഈ രണ്ട് വാദങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. സത്യമാണ്, ഒരു കാര്യം അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകെയാണ് മനുഷ്യർ പോകുന്നത്. സോ ഈ ബാറും ബെവറേജും കള്ളും എല്ലാം നാട്ടിൽ നിറയെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് അതിനോട് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരും, കുടി കുറയും. നല്ല ലോജിക് അല്ലേ? പക്ഷേ റിസർച്ചേഴ്സ് ലോകം മുഴുവൻ ഈ കാര്യം പല തവണ പഠിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് 100 കണക്കിന് സ്റ്റഡീസ് UK-യിൽ, ഓസ്ട്രേലിയയിൽ, US-ൽ, ഇന്ത്യയിൽ എല്ലായിടത്തും അവർ കണ്ടെത്തിയ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണൂ, ഈ സമയം വെറുതെ ആവില്ല. നമുക്ക് ആദ്യം ഒരു സെനാരിയോ നോക്കാം. ഒരു വീട് നമ്മൾ റെന്റിനെടുത്ത് താമസിക്കുകയാണ്. ആ വീടിന്റെ ഓണർ നമ്മളോട് പറയുകയാണ്, ആ ഒരു ഡോർ മാത്രം നിങ്ങൾ തുറക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരിക്കലെങ്കിലും അതൊന്ന് തുറന്നു നോക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അത് ഉറപ്പാണ്. ഇതിന്റെ പിന്നിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്, റിയാക്ടൻസ് എന്ന് പറയും. ഒരാളോട് അത് ചെയ്യരുത് എന്ന് കർശനമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കത് ചെയ്യാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. സോ നമ്മുടെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഈ സെയിം ലോജിക്ക് മദ്യത്തിലേക്കും കൊണ്ടുവരുന്നു. ബാൻ ചെയ്താൽ അതല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി കുറച്ചു കൊണ്ടുവന്നാൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കാൻ തുടങ്ങും. ഫ്രീ ആയിട്ട് കിട്ടിയാൽ ആളുകൾക്ക് അതിന്റെ ആ ഒരു ത്രില്ല് പോകും, കൂടി കുറയും. ഇനി രണ്ടാമതൊരു വാദം നമുക്ക് സ്ഥിരം കേൾക്കാം, ഹാബിറ്റുവേഷൻ. എപ്പോഴും കൺമുന്നിലുള്ള ഒരു കാര്യത്തിനോട് മനുഷ്യനൊരു മടുപ്പ് വരും. അപ്പോൾ ബാറ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ അതങ്ങ് നോർമൽ ആകും. കള്ള് എല്ലായിടത്തും അവൈലബിൾ ആണെങ്കിൽ അത് ബോറിംഗ് ആയിട്ട് തോന്നും. ആളുകൾക്ക് കുടിക്കാനുള്ള താല്പര്യവും കുറയും. ഇത് രണ്ടും കേൾക്കാൻ നല്ല സ്മാർട്ടാണ്. പക്ഷേ ആദ്യത്തെ വാദം റിയാക്ടൻസ്. റെസിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെന്റിൽ താമസിക്കുന്ന വീട്ടിലെ ആ ഒരു സിറ്റുവേഷൻ തന്നെ എടുത്താൽ, ആ ഒരു ഡോറ് നമ്മൾ ഒരു തവണ തുറന്നു നോക്കി കഴിയുമ്പോൾ അവിടെ തീരും നമ്മുടെ ക്യൂരിയോസിറ്റിയും ആവേശവും എല്ലാം. പക്ഷെ തുറന്നു നോക്കുമ്പോൾ വീണ്ടും വീണ്ടും തുറക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒന്നാണ് അവിടെ ഉള്ളത് എങ്കിൽ, അതല്ലെങ്കിൽ പതിയെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അവിടെ ഉള്ളത് എങ്കിൽ ഈ പറഞ്ഞ കാര്യം അവിടെ നടക്കുമോ? അങ്ങനെ ഒന്നാണ് മദ്യം. ഇനി രണ്ടാമത്തെ വാദം ഹാബിറ്റുവേഷൻ. കാണാൻ കിട്ടാത്തത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അത് ഡെയിലി കാണുമ്പോൾ അത് ബോറിംഗ് ആയിട്ട് മാറും എന്നുള്ളത് ഇതും ശരിയാണ്. നോർമൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക്, ഒരു സിനിമ, ഒരു ഡ്രസ്സ്, ഒരു പ്ലേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് എങ്കിൽ ബ്രെയിനിന്റെ റൂൾസ് തന്നെ മാറും. അത് ബോറിംഗ് ആവാൻ പോകുന്നില്ല, ക്രേവിംഗ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വാദവും ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെയാണ് ഈ വാദങ്ങളുടെയൊക്കെ വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൈക്കോളജിയിൽ നിന്നും വരുന്ന തിയറീസ് ആണ്. അതായത് ഓരോ ആളുകളും അവരുടെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകൾ വെച്ച് പടച്ചു വിടുന്ന തോന്നലുകൾ മാത്രമാണ്. നോർമൽ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ തിയറീസ് അവർ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു എൻറ്റയർ സൊസൈറ്റിയിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്ച്വലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അവിടെ നമ്മുടെ തോന്നലുകൾക്കൊന്നും ഒരു വിലയുമില്ല. കൃത്യമായിട്ടുള്ള എവിഡൻസുകളാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ശരിക്കുമുള്ള എവിഡൻസുകൾ എന്താണ് പറയുന്നത് എന്നൊന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സാധനം കിട്ടാൻ എളുപ്പമായാൽ അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമോ ഇല്ലയോ? നിങ്ങൾക്ക് ചിപ്സ് കഴിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ടേബിളിൻ്റെ മുന്നിൽ തന്നെ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കഴിക്കാനുള്ള ചാൻസസ് കൂടുമോ? ആ ചിപ്സ് വേഗം തീരുമോ അതോ പതിയായിരിക്കുമോ തീരുന്നത്? ഇനി അതല്ല, അതെടുത്ത് ഒരു കബോർഡിൻ്റെ മുകളിലാണ് വെച്ചത് എങ്കിൽ, നിങ്ങൾക്ക് ഒരു ഏണി വെച്ച് മാത്രം മുകളിൽ കയറി എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അത് വെച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൺസപ്ഷൻ കൂടുമോ കുറയുമോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം നന്നായിട്ട് അറിയാം. ഈസി ആയിട്ട് കിട്ടുന്ന സാധനം കൂടുതൽ യൂസ് ചെയ്യും. മദ്യത്തിന്റെ കാര്യത്തിലും റിസർച്ചേഴ്സ് കണ്ടെത്തിയത് ഇതേ കാര്യം തന്നെയാണ്. ഇത് ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായമല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അവരുടെ ഒഫീഷ്യൽ പൊസിഷൻ ഇതാണ്. മദ്യത്തിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നത് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഹാം കുറയ്ക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസികളിൽ ഒന്നാണ് എന്ന് തന്നെയാണ്. ഇത് ഒരു സ്റ്റഡി അല്ല. യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിലെ റിസർച്ചേഴ്സ് 138 സ്റ്റഡീസ് റിവ്യൂ ചെയ്ത് തന്ന കൺക്ലൂഷനാണ്. അവരെല്ലാവരും പറയുന്ന കൺക്ലൂഷൻ ഒന്ന് തന്നെയാണ്: മദ്യം എളുപ്പത്തിൽ കിട്ടുന്നിടത്ത് കൺസംഷൻ കൂടും, ഹാം കൂടും. ഒരു റിയൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ന്യൂ മെക്സിക്കോ എന്ന US-ലെ ഒരു സ്റ്റേറ്റ്, അവിടെ ഞായറാഴ്ച മദ്യം വിൽക്കാൻ പാടില്ലായിരുന്നു. പിന്നീട് ആ റൂള് മാറ്റി അവൈലബിലിറ്റി കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള റോഡിലെ ഡെത്തുകൾ കൂടി. ഇതേ സംഭവം തന്നെ UK-യിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ഈ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ കണ്ടിട്ടുണ്ട്. അവൈലബിലിറ്റി കൂടുമ്പോൾ
കൺസംഷൻ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവൈലബിലിറ്റി കുറയുമ്പോൾ കൺസംഷൻ കുറയുകയും ചെയ്യും. സോ ഈസി ആയിട്ട് അവൈലബിൾ ആയാൽ കുടി കുറയും എന്ന സംഭവം, എന്ന വാദം ഡേറ്റ വെച്ച് നോക്കിയാൽ ആ വാദം നിലനിൽക്കുന്നില്ല. ഇനി നമ്മുടെ കേരളത്തിലെ കുടി മേജറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്ന 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. 4 ഞാൻ പറയാം. 1, അഡിക്ഷൻ. അത് ഒബ്വിയസ് ആണ്. അഡിക്ഷൻ കാരണമാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളും മദ്യം കുടിക്കുന്നത്. ഇനി 2, കൾച്ചർ. ചെറുതൊരെണ്ണം അടിക്കാതെ എന്താഘോഷം എന്നൊരു തരത്തിലേക്ക് വളർന്നു വരുന്ന, അതല്ലെങ്കിൽ വളർന്ന് വന്ന ഒരു കൾച്ചർ. ഇനി 3, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് എങ്കിൽ കള്ളു കുടിക്കുക എന്നുള്ള ആ ഒരു മെന്റാലിറ്റി. ഇനി 4, പിയർ ബിഹേവിയർ. അതായത് ഞാൻ വെള്ളം അടിക്കാതിരുന്നാൽ അവരെന്ത് കരുതും, അവരെന്നെ എൻ്റെ കൂട്ടത്തിൽ ചേർക്കുമോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ്. ഇതാണ് പിയർ ബിഹേവിയർ. ഇനി അവൈലബിലിറ്റിയും കൂടെ കൂടിയാൽ അതും കൂടെ നമുക്ക് ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ വളരെ മോശം ഡ്രിങ്കിങ് കൾച്ചർ ഉള്ള നമ്മുടെ കേരളത്തിൽ അവൈലബിലിറ്റിയും കൂടെ കൂടിയാൽ എന്ത് സംഭവിക്കും? 3 കാര്യങ്ങൾ സംഭവിക്കും. അത് ഞാൻ പറയാം. 1, ഡ്രിങ്കിങ് ഫ്രീക്വൻസി കൂടും. 2, ഇമ്പൾസീവ് ആയിട്ടുള്ള ഡ്രിങ്കിങ് കൂടും. അതായത് ഇന്ന് വെള്ളം അടിക്കാൻ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ അഡിക്ഷൻ ഉള്ള ആളാണ് എങ്കിൽ എവിടെ നോക്കിയാലും ഇത് ഈസിലി അവൈലബിൾ ആവുന്ന സമയത്ത് പെട്ടെന്ന് പ്ലാൻ മാറ്റും. ചിലപ്പോൾ പെട്ടെന്ന് ചെറുതൊരെണ്ണം മേടിച്ച് കുടിച്ചു എന്നും വരാം. ഇനി 3, യൂത്തിന്റെ ആക്സസ് വളരെ വളരെ ഈസി ആകും. അങ്ങനെ യൂത്തിന്റെ ആക്സസ് ഈസി ആവുന്ന സമയത്ത് കൂടുതൽ കാഷ്വൽ ഡ്രിങ്കേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് ഇത് കാരണമാകും. ആ കാഷ്വൽ ഡ്രിങ്കേഴ്സ് പതിയെ പതിയെ ഹെവി ഡ്രിങ്കേഴ്സ് ആയിട്ട് മാറും. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ കുറെയൊക്കെ അവയർനെസ് ഉണ്ട്, പക്ഷേ അവൈലബിലിറ്റി കൂട്ടിയാൽ ഉറപ്പായിട്ടും നമ്പേഴ്സ് വിൽ ഗോ അപ്പ്. പക്ഷേ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരുന്നുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ പിന്നെ വെസ്റ്റേൺ കൺട്രീസിലെ കാര്യമൊക്കെ എങ്ങനെയാണ്? അവിടെ അവൈലബിലിറ്റി ഇഷ്ടം പോലെയാണല്ലോ, എന്നിട്ടും അവിടെ ആരും ഓടയിൽ കിടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. വളരെ ഗുഡ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് തന്നെയായിരിക്കും ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് വെസ്റ്റിൽ, അതായത് വെസ്റ്റേൺ കൺട്രീസിൽ കുടി കുറവാണ് എന്നാണ്. പക്ഷേ ഡേറ്റ പറയുന്നത് എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്ന റീജിയൻ ഏതാണ്? WHO ഏറ്റവും പുതിയ ഗ്ലോബൽ സ്റ്റേറ്റസ് റിപ്പോർട്ട് പ്രകാരം അത് യൂറോപ്പാണ്. ലോകത്തിലെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ കൺസംഷൻ ഒരാൾക്ക് വർഷം ഏകദേശം 9.2 ലിറ്റർ ആണ് പ്യുവർ ആൽക്കഹോൾ. ഇന്ത്യയിൽ അത് ഏകദേശം 5 ലിറ്റർ ആണ്. അതായത് അവരുടെ പകുതി പോലും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ കുടി കുറവാണ് എന്നത് ഫാക്ച്വലി തെറ്റാണ്. അവർ നമ്മളെക്കാൾ കൂടുതൽ കുടിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അവിടെ ആരും ഓടയിൽ കിടക്കാത്തത്? ഇവിടെയാണ് ഒരു കിടിലൻ കണക്ക് വരുന്നത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് പെർ ക്യാപിറ്റ കൺസംഷൻ ആണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക, വെസ്റ്റേൺ കൺട്രീസോ അങ്ങനത്തെ രാജ്യങ്ങളോ അതല്ലെങ്കിൽ യൂറോപ്പ് പോലത്തെ സ്ഥലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ, അതായത് ഭൂരിഭാഗം ആളുകളും കുടിക്കും. അവിടെ അത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും കുടിക്കുന്നേ ഇല്ല. സർക്കാരിന്റെ തന്നെ NFHS സർവേ പ്രകാരം കുടിക്കുന്നത് ഒരു ചെറിയ മൈനോറിറ്റി മാത്രമാണ്. ഇനി നമ്മളൊരു സിമ്പിൾ ആയിട്ടൊരു മാത്ത് ചെയ്ത് നോക്കുക. നമ്മുടെ ആ 5 ലിറ്റർ അത് 100 പേരല്ല പങ്കിട്ട് കുടിക്കുന്നത്, ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ്. WHO സ്റ്റഡിയുടെ ഡേറ്റ പ്രകാരം ഇന്ത്യയിലെ ഒരു ഡ്രിങ്കർ ശരാശരി വർഷം ഏകദേശം 28 ലിറ്റർ പ്യുവർ ആൽക്കഹോൾ കുടിക്കുന്നു. ജർമ്മനിയിലും USA ഓസ്ട്രേലിയയിലും എല്ലാം ഉള്ള ഡ്രിങ്കേഴ്സ് ഏകദേശം 15 ലിറ്റർ ആണ് കുടിക്കുന്നത്. ഒന്നുകൂടി പറയാം, പെർ ക്യാപിറ്റ കൺസംഷൻ കുറവാണ് എങ്കിലും നമ്മുടെ നാട്ടിലെ ആളുകളിലെ എണ്ണം, കുടിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുടിക്കുന്ന ഒരു കുടിയൻ അവരൊക്കെ കുടിക്കുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും കുടിക്കുന്നത്. ഇനി അത് മാത്രമല്ല, എന്ത് കുടിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. ഇന്ത്യയിൽ കുടിക്കുന്ന മദ്യത്തിന്റെ 93% ഹാർഡ് ലിക്കറാണ്. സ്പിരിറ്റുകൾ, റം, ബ്രാൻഡി, വിസ്കി തുടങ്ങിയവ. യൂറോപ്പിലെ വലിയ പങ്കും ബിയറും വൈനും ഒക്കെയാണ്. സ്ട്രെങ്ത് എത്രയോ കുറവ്. അപ്പോൾ വെസ്റ്റിൽ കുടി കുറവല്ല, നമ്മൾ കാണുന്നതാണ് കുറവ്. നമ്മുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓരോ ആളുകളും, അതായത് കുടിക്കുന്ന ഒരാളെ എടുത്താൽ കമ്പാരിറ്റീവ്ലി അവർ കുടിക്കുന്ന എമൗണ്ട് ഒരുപാട് കൂടുതലാണ്. ആ കോൺസെൻട്രേഷനാണ് നമ്മൾ റോഡിൽ കാണുന്നത്. അതേസമയം വെസ്റ്റേൺ കൺട്രീസിലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുടിയല്ല, അവർ സ്പ്രെഡഡ് ആയിട്ടാണ് കുടിക്കുന്നത് എങ്കിൽ അത് കാണാൻ പോകുന്നത് റോഡുകളിലല്ല, ഹോസ്പിറ്റലുകളിലാണ്. ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ലിവർ ഡിസീസും ആൽക്കഹോൾ റിലേറ്റഡ് ക്യാൻസറും വലിയ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അവർ ഓടയിൽ കിടക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവൈലബിലിറ്റി കൂടിയതുകൊണ്ട്
കുടി കുറയുന്നുണ്ട് എന്ന് പറയുന്ന വാദം തികച്ചും തെറ്റാണ്. അപ്പോൾ ഇനിയാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഈ കാണിക്കുന്ന ഡേറ്റ എല്ലാം ഇത്രത്തോളം ക്ലിയർ ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഈസി ആയാൽ കുറയും, അതല്ലെങ്കിൽ അവൈലബിലിറ്റി കൂട്ടിയാൽ കുറയും എന്ന മിത്ത് ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ജീവിക്കുന്നത്? കാരണം നമ്മളെല്ലാവരും ഈ അഡിക്ഷനെ ഒരു നോർമൽ പ്രോഡക്റ്റ് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫോർബിഡൻ ഫ്രൂട്ട് സൈക്കോളജി, അതായത് വേണ്ട എന്ന് വിലക്കിയാൽ കൂടുതൽ ആഗ്രഹം തോന്നുന്ന ആ ഒരു സൈക്കോളജി, അത് റിയലാണ്. പക്ഷേ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ക്യൂരിയോസിറ്റി സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് ആ ഡോറ് നമ്മൾ ഒരു തവണ തുറന്നാൽ ആ ക്യൂരിയോസിറ്റി അവിടെ തീർന്നു. പക്ഷേ അഡിക്ഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. സെൽഫ് റീഇൻഫോഴ്സിംഗ് ആണ്. അതായത് ഓരോ തവണ നമ്മൾ ഡോറ് തുറക്കുമ്പോഴും അടുത്ത തവണ തുറക്കാനുള്ള ആഗ്രഹം കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഡോപ്പമീന് ബോർഡം ഒന്നുമില്ല. അതായത് ഡോപ്പമീൻ ഒരിക്കലും ബോറടിക്കില്ല. സോ അത് കണ്ടുമടുത്താൽ കുടി കുറയും എന്ന വാദം അത് ബിസ്ക്കറ്റിന് ശരിയായിരിക്കും, മദ്യത്തിനോ സിഗരറ്റിനോ ഡ്രഗ്സിനോ ഒന്നും അത് ചേരാൻ പോകുന്നില്ല. അങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ബിസിനസ് മോഡൽ തന്നെ അതാണ്. അത് ഒരിക്കലും മടുക്കില്ല എന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കുടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശ വീഡിയോ ഒന്നും ആയിരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ പലപ്പോഴായിട്ട് കേൾക്കുന്ന ഈ ഒരു മിത്ത് ഇതൊന്ന് എക്സ്പോസ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഡ്രിങ്കിങ്ങിനെ പറ്റി തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ പറയൂ, നമുക്കതും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് കേട്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായമോ സ്റ്റഡീസോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ പറയുക. ഇനി ഞാൻ പറഞ്ഞതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അതും താഴെ പറയുക, നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.